നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുറച്ച് ഫാസ്റ്റായിട്ട് പോവാൻ ചേട്ടാ. ഏട്ടത്തി ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, വിശപ്പില്ല. പരീക്ഷ എഴുതാൻ പോയത് ദർശനയല്ലേ? അതിന് ഏട്ടത്തി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യാതെ ദർശനം ഒന്നിനും പോവില്ലെന്ന് നമുക്കറിഞ്ഞൂടെ? എക്സാം ഹോൾ വരെ എത്തിയിട്ട് വേണ്ടേ പരീക്ഷ എഴുതാൻ? അതിനിടയ്ക്ക് എന്തെങ്കിലും തടസ്സം വരുമെന്ന എന്റെ ടെൻഷൻ. അതിനെന്ത് തടസ്സം വരാൻ? രൂപേഷല്ലേ കൂടെ പോയിരിക്കുന്നത്. അവര് പോയി പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വരും. ഏട്ടത്തി കണ്ടോ? ദർശന ഈ എക്സാം എഴുതരുതെന്ന് ആരൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഗീതമ്മയ്ക്കും അറിയാവുന്നതല്ലേ. എന്ത് തടസ്സം ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ ദർശനയെ കൊണ്ട് പറ്റും. അവൾക്ക് അതിനുള്ള ദൈവാധീനവും ഉണ്ട്. എങ്ങനെയെങ്കിലും എക്സാം ഭംഗിയായിട്ട് എഴുതാൻ അവൾക്ക് പറ്റിയാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവരെ രണ്ടുപേരെയും കൊണ്ട് പഴനിയിലൊന്ന് പോകാൻ. പഴനിയിലോ? അതെ. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹമില്ലാതെ അവർക്കിനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാര് പറഞ്ഞു? സുബ്രഹ്മണ്യ സ്വാമിയെ കാണാൻ പഴനി വരെ പോകുന്നത് എന്തിനാ? ഇവിടെ അടുത്ത് തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ. അത് പോരെ ഗീതമ്മേ, പഴനി മലയിൽ തന്നെ പോണം. നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ ക്ഷേത്രം ഉണ്ടെങ്കിലും ആളുകൾ എന്തിനാ സുബ്രഹ്മണ്യ സ്വാമിയെ കാണാൻ പഴനിയിൽ തന്നെ പോകുന്നത്? അപ്പൊ അതിലെന്തോ ഉണ്ട്. ഭഗവാൻ ശിവന് കൈലാസം പോലെയാണ് സുബ്രഹ്മണ്യ സ്വാമി പഴനി മലയിൽ കുടിയിരിക്കുന്നത്. അവിടെ പോയി വഴിപാടുകൾ നടത്തണമെന്ന് ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലേ അവർക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാകൂ, കുട്ടികളുണ്ടാകൂ. എങ്കിൽ പിന്നെ നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചങ്ങ് പോവാം. ആലോചിക്കാം. ഇന്നത്തെ എക്സാം ഒന്ന് കഴിഞ്ഞു കിട്ടിയെന്ന് അറിയുന്നതുവരെ എനിക്കൊരു സമാധാനവും ഇല്ല. ഏട്ടത്തി പേടിക്കണ്ട. ദർശനയുടെ ഏറ്റവും വലിയ ലക്ഷ്യമല്ലേ അത്? അത് സാധിക്കാതെ അവൾ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഏട്ടത്തി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ആ പ്രാർത്ഥനയുടെയൊക്കെ ശക്തി ഉള്ളപ്പോ ആർക്കും ഒരു തടസ്സം ഉണ്ടാക്കാൻ കഴിയില്ല. ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കെ. ദർശന പരീക്ഷ എഴുതും. അവള് പോലീസ് ആവുകയും ചെയ്യും. എനിക്ക് ഉറപ്പാ. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഏട്ടത്തി വരൂ. ഹലോ ദർശന, എങ്ങോട്ടാ ഈ ഓട്ടോറിക്ഷയില്? ഞാൻ എങ്ങോട്ട് പോയാ തനിക്കെന്താ? താനെന്താ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്താൻ വന്നാണോ? അതൊക്കെ പറയാം, ഒന്ന് ഇറങ്ങി വാ. എനിക്കിപ്പോ തന്നോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. മര്യാദയ്ക്ക് വണ്ടി എടുത്ത് മാറ്റ്. നിനക്കേ ധൃതിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദർശന കേൾക്കണം. കേട്ടിട്ടേ പോകാവൂ.
ഒരു മിനിറ്റ്, ഒന്നിറങ്ങു പ്ലീസ്. എന്താ തനിക്ക് പറയാനുള്ളത്? എന്റെ ലൈഫില് ഏറ്റവും വലിയ സമ്മാനം എനിക്ക് തന്നയാളാ ദർശന. അപ്പൊ പിന്നെ അതിലും തുല്യമായൊരു സമ്മാനം ഞാനും ദർശനയ്ക്ക് തരണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നാളെ ദർശനെ സല്യൂട്ട് ചെയ്യേണ്ടി വരില്ലേ? മനസ്സിലായില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. കുറച്ച് സമയം, ഒരു 2 മണിക്കൂർ നമുക്ക് എന്തെങ്കിലും കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവിടെ ഈ വഴിയിൽ ഇങ്ങനെ നിൽക്കാം. എന്നിട്ട് എക്സാം തുടങ്ങുന്ന സമയം കഴിഞ്ഞാ ദർശനം ഞാൻ വിട്ടേക്കാം. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതായത് ദർശന ഇന്നത്തെ എക്സാം എഴുതുന്നില്ല. നാട്ടിലറിഞ്ഞാ പിന്നെ എനിക്കത് വലിയ നാണക്കേടാ. എന്തായാലും ഉടൻ തന്നെ ഞാൻ സർവീസിൽ തിരിച്ചു കയറും. പക്ഷെ ആ സമയത്ത് എനിക്ക് സല്യൂട്ട് ചെയ്യാൻ നീ സർവീസിൽ ഉണ്ടാവരുത്. മര്യാദയ്ക്ക് വഴിയിൽ നിന്ന് മാറാനാ തന്നോട് പറഞ്ഞത്. ഒന്ന് അടങ്ങു പെണ്ണേ. ഇന്ന് നിന്നെ കൊണ്ട് ഞാൻ ഈ എക്സാം എഴുതിക്കില്ല. മനസ്സിലായോ? എന്റെ വണ്ടിയിലോട്ട് പോയിരിക്ക്. ഡാ, ചേച്ചിയെ വണ്ടിയിലോട്ട് ഇരുത്ത്. എന്നിട്ട് AC കിട്ടുകൊടുക്ക്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്നത് നിനക്ക് നല്ലത്. IPS ആവില്ല, നീ ഒരു പുല്ലും ആവില്ല. ഈ സാമൂൽ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. പോയിരിക്കടി, ഓടി അങ്ങോട്ട്. ചേട്ടാ, വാ. വേഗം വണ്ടി എടുത്തോ. എടുക്ക. ശ്രേയ, ശ്രേയ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ശ്രേയ, ശ്രേയ, ശ്രേയ നിക്ക്. എന്റെ ദൈവമേ, ഇവിടെ ഇനി ഞാൻ എന്തു പറഞ്ഞ് മനസ്സിലാക്കും?
എന്താ ബസ് കിട്ടുന്നില്ലേ? ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ശ്ശേ, ഞാനും കൂടി ഓട്ടോ കയറി പോയാൽ മതിയായിരുന്നു. എക്സാം തുടങ്ങാൻ സമയമായി. എല്ലാരും കയറി തുടങ്ങി. ദർശന ഇനി നേരത്തെ വന്നിട്ടുണ്ടാവോ? നമ്മൾ വരുന്നതിന് മുമ്പ് അവൾ എക്സാം ഹാളിൽ കയറി കാണുമോ? നമുക്ക് ആ സെക്യൂരിറ്റിയോട് ചോദിച്ചാലോ? ചേട്ടാ ദർശന വന്നായിരുന്നോ? ഏത് ദർശന? എന്റെ ഭാര്യ. തന്റെ ഭാര്യ വന്നോന്ന് ഞാൻ എങ്ങനെ അറിയാനാ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ പൊന്ന് ചേട്ടാ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇനി ചേട്ടനായിട്ട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ഓ, ദർശന വന്നു. ഞങ്ങൾ ആകെ പേടിച്ചു പോയി. താൻ എന്തോടെ പറയാ ഇത്ര വൈകിയത്? അതെ രൂപേഷ് ചേട്ടാ, വരുന്ന വഴിക്ക് അതെ, സമയം കഴിയാറായി.